Hi students, today we are going to discuss about the topic of monopolistic competition. In the previous class we have already discussed perfect competition and monopoly. In this class we are going to discuss about the topic of monopolistic competition. What do you mean by a monopolistic competition? It's a combination of both the perfect competition and monopoly. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും മോണോപോളിയുടെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഇറ്റ് ഈസ് ദ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ ബിറ്റ്വീൻ ദ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപോളി ഈസ് നോൺ ആസ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും മോണോപോളിയുടെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മോണോപോളിസ്റ്റിക് competition. Okay, it refers to a market structure in which relatively many firms supply a similar but differentiated product, with each firm having a limited degree of control over price. That is monopolistic competition. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹോമോജിനസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം അവർ സെയിൽ ചെയ്യുന്നത് എന്താണ് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ആണ്, ഡിഫറെൻറ്റ് സെല്ലേഴ്സ് ആണ് ഇവിടെ സെയിൽ ചെയ്യണത്. നോട്ട് ഹോമോജിനസ് പ്രോഡക്ട്സ്, ദർ ആർ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ്. ഓക്കെ, സെവറൽ ബ്രാൻഡ്സ് ആൻഡ് ട്രേഡ് മാർക്സ് ആയിട്ടുള്ള ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഇവിടെ സെയിൽ ചെയ്യണത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഓഫ് സോപ്സ് ലൈക്ക് പിയേഴ്സ്, റെക്സോണ, സന്തൂർ, ലക്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ബ്രാൻഡ് ആയിട്ടുള്ള സോപ്സ്. എവറി പ്രൊഡ്യൂസർ ആൻഡ് സെല്ലർ ഓഫ് ദീസ് ബ്രാൻഡ്സ് ഈസ് എ മോണോപോളിസ്റ്റ് ടു സം എക്സ്റ്റെൻറ്റ് ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് ബ്രാൻഡ്. അപ്പോൾ ഓരോ ബ്രാൻഡിൻ്റെയും പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ അവരെന്താണ് മോണോപോളിസ്റ്റ് ആണ്. Okay, at the same time there is a competition among the producers and sellers because all the brands are close substitutes. പക്ഷെ ഒരു പരിധി വരെ അവരെന്താണ് മോണോപോളിസ്റ്റുകളാണ്. ബട്ട് at the same time there is some competition among the producers and sellers. അവിടെ പ്രൊഡ്യൂസേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. That is all the brands are close substitutes. എല്ലാ ബ്രാൻഡ്സും എന്ത് തന്നെയാണ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈസ് ദ combination of both the perfect competition and monopoly. It is a market situation in between the perfect competition and monopoly. Perfect competitionന്റെയും മോണോപോളിയുടെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ് എന്തെന്ന് പറയുന്നത് മോണോപോളിസ്റ്റിക് competition. Okay, അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു എ മാർക്കറ്റ് സ്ട്രക്ചർ ഇൻ വിച്ച് റിലേറ്റീവ്ലി many firms supply a similar but differentiated products. Close substitutes ആണല്ലോ, but differentiated products ആണ്, with each firm having a limited degree of control over price. That is monopolistic competition. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്നും മോണോപോളി ആണെന്നും പറയുന്നതാണ് ഇവിടെ പറയുന്നത്. ഡിഫറെന്റ് ബ്രാൻഡ്സ് ആണ്, ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ്. എവറി പ്രൊഡ്യൂസർ ആൻഡ് സെല്ലർ ഓഫ് ദീസ് ബ്രാൻഡ്സ് ഈസ് എ മോണോപോളിസ്റ്റിക് ടു സം എക്സ്റ്റെന്റ് ബിക്കോസ് ഓഫ് ഡിഫറെന്റ് ബ്രാൻഡ്സ്. ഒരു പരിധി വരെ നമുക്ക് എന്താണ് ഡിഫറെന്റ് ബ്രാൻഡ്സ് ആയതുകൊണ്ട് മോണോപോളിസ്റ്റിക് ആണ് പ്രൊഡ്യൂസേഴ്സ്. അറ്റ് ദ സെയിം ടൈം ദർ ഇസ് എ കോമ്പറ്റീഷൻ അമംഗ് ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ബിക്കോസ് ഓൾ ദ ബ്രാൻഡ്സ് ആർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. എല്ലാ ബ്രാൻഡ്സും എന്താണ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയതുകൊണ്ട് അവിടെ എന്തുണ്ട് കോമ്പറ്റീഷൻ ഉണ്ട്. സോ ദ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപോളി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. വാട്ട് ആർ ദ ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ? എന്തൊക്കെയാണ് ഡിഫറെന്റ് ഫീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ലാർജ് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്, ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് സെല്ലിംഗ് കോസ്റ്റ്, നോ കോമ്പിനേഷൻ ഓഫ് ഓൾ ഫേംസ്, മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്, നോൺ പ്രൈസ് കോമ്പറ്റീഷൻ, ലാക്ക് ഓഫ് പെർഫെക്റ്റ് നോളജ് ഓഫ് ദി മാർക്കറ്റ്. ഇതാണ് ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ പറയുന്നത്. First one, large number of producers. Large number of producers under monopolistic competition, there are a large number of sellers or firms. That is 25, 40, 50 or 70. But this number is not large as perfect competition. The perfect competition അത്രയും ലാർജ് അല്ല. എന്തിനാണ് ലാർജ് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് എവിടെയും പറയുന്നത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പറയുന്നത്. Under monopolistic competition, there are a large number of sellers or firms, but this is not so large as perfect competition. Perfect competition അത്രയും അത്ര ലാർജ് അല്ല ഇതിൽ വരുന്നത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ.
ദെൻ സെക്കൻഡ് വൺ പറയുന്നത് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറയുന്നത് എന്താണ്? ഹോമോജീനസ് പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ആണ് സെക്കൻഡ് വൺ പറയുന്നത്. എന്താണ്? പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. This is the most important characteristics of monopolistic competition. The products of different firms are differentiated on the basis of brand. നമ്മൾ നേരത്തെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ്? ഹോമോജീനസ് പ്രോഡക്ട്സ് എന്നാണ് പറഞ്ഞത് അല്ലേ? പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ആണ്. ദർ ആർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ടൂത്ത് പേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിഫറെന്റ് പ്രൊഡ്യൂസേഴ്സ് അണ്ടർ ഡിഫറെന്റ് ബ്രാൻഡ്സ് ലൈക്ക് കോൾഗേറ്റ്, ക്ലോസപ്പ്, പെപ്സോഡന്റ്, സിബാക്ക, അങ്ങനെ ഡിഫറെന്റ് ബ്രാൻഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റ് ഓഫ് ഈച്ച് ഫേം ഈസ് ഡിഫറൻഷിയേറ്റഡ് ഫ്രം ദ പ്രോഡക്ട്സ് ഓഫ് എവറി ഫേം ഇൻ ദ മാർക്കറ്റ്. അതായത് ഓരോ പ്രോഡക്റ്റും എന്താണ്? മറ്റു പ്രോഡക്റ്റിനും ഡിഫറെന്റ് ആണ്. ഡിഫറൻസിയേഷൻ, ഈച്ച് സെല്ലർ ട്രൈസ് ടു ഷോ ഹിസ് പ്രോഡക്റ്റ് ഈസ് യുണീക്ക്, ഡിഫറെന്റ് ഫ്രം ദി അതർ കോമ്പറ്റീറ്റേഴ്സിനും ഡിഫറെന്റ് ആണെന്ന് കാണിക്കാനായിട്ട് ഓരോ സെല്ലേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പ്രോഡക്റ്റിൽ യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൽ പറയുന്നത്. എന്താണ്? ഇൻ ദ ഐസ് ഓഫ് കൺസ്യൂമേഴ്സ് ദ പ്രോഡക്ട്സ് ആർ ഡിഫറെന്റ്. കൺസ്യൂമേഴ്സിന്റെ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ എന്താണ്? പ്രോഡക്ട്സ് എല്ലാം ഡിഫറെന്റ് ആണ്. ഓക്കെ, ദ ഡിഫറൻസിയേഷൻ ഈസ് ഡൺ ബൈ യൂസിങ് ഡിഫറെന്റ് ബ്രാൻഡ് നെയിംസ്, ട്രേഡ് മാർക്സ്, പാക്കിംഗ്, കളേഴ്സ്, അങ്ങനെ പല ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറൻസിയേഷൻ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡ് പറയുന്നത്. എന്താണ്? പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഈച്ച് ഫേംസ് ഫിക്സസ് ഇറ്റ്സ് ഓൺ ഔട്ട്പുട്ട് ആൻഡ് ഇറ്റ്സ് ഓൺ പ്രൈസ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഔട്ട്പുട്ടും പ്രൈസും അവർക്ക് ഫിക്സ് ചെയ്യാം. Then third one പറയുന്നത് free entry and exit of firms. New firms are free to enter into markets and old firms are free to exit out of the market. ഇതിൽ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ ഫേംസിന് ഏത് ടൈമിൽ വേണമെങ്കിലും മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫേംസിന് അവർക്ക് ബെറ്റർ അല്ലാന്ന് തോന്നുന്ന ടൈമിൽ അവർക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകാനുള്ള ഒരു ഫ്രീഡം എവിടെയുണ്ട്? മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലുണ്ട്. ദെൻ തേർഡ് വൺ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് സെല്ലിംഗ് കോസ്റ്റ്. Under monopolistic competition, advertisement and selling cost play an important role. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ തന്നെയാണ് അഡ്വർടൈസ്മെന്റ് ഒക്കെ വഹിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അല്ലേ? അപ്പോൾ ആ ഡിഫറെന്റ് ബ്രാൻഡുകൾ നമ്മൾ കൺസ്യൂമേഴ്സിലേക്ക് നമ്മൾ എത്തിക്കണം അല്ലേ? ഈ എവറി പ്രൊഡ്യൂസർ ഹാസ് ടു ഫേസ് എ സിവിയർ കോമ്പറ്റീഷൻ ഫ്രം ദി അതർ പ്രൊഡ്യൂസേഴ്സ്. അവർ സിവിയർ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എവറി ഫേം ഹാസ് ടു സ്പെൻഡ് ലാർജ് എമൗണ്ട് ഓഫ് മണി ഫോർ അഡ്വർടൈസ്മെന്റ്. ഒരുപാട് എമൗണ്ട് അവർ എന്തിനു വേണ്ടി ചെയ്യണം? ഹ്യൂജ് എമൗണ്ട് എക്സ്പെൻഡിച്ചേഴ്സ് അല്ലെ? അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രോഡക്ട്സ് മാർക്കറ്റിൽ എന്താ പറയുക, കൺസ്യൂമേഴ്സിന്റെ ഇതിൽ അവരൊക്കെ ഒന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് അതിന് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അല്ലേ? അപ്പോൾ സിവിയർ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹ്യൂജ് എമൗണ്ട് അവരവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അഡ്വർടൈസ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് പറയുന്നത് എന്താണ്? ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് നോ കോമ്പിനേഷൻ ഓഫ് all firms. Under monopolistic competition, though there are several firms competing with one another in selling the differentiated products. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? സിവിയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ് അല്ലേ? ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് സെയിൽ ചെയ്യാനായിട്ട് ഓരോ ഫേംസ് ഇങ്ങനെ സിവിയർ ആയിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. These firms do not come together into a combination in the form of industry. അപ്പോൾ ഇവർ ഒരു ഇൻഡസ്ട്രി എന്നുള്ള ഒരു ഫോമിൽ അവർ കമ്പൈൻ ചെയ്യില്ല. അപ്പോൾ അതാണ് പറയുന്നത് എന്താണ്? നോ കോമ്പിനേഷൻ ഓഫ് ഓൾ ഫേംസ്. ഈ ഫേംസ് എല്ലാം തമ്മിൽ സിവിയർ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. ഡു നോട്ട് ഫോം ടുഗദർ. അവർ ഒരുമിച്ച് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യില്ല. നെക്സ്റ്റ് വൺ പറയുന്നത് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. In the absence of product differentiation, the demand curve of the firm will be perfectly elastic ആയിരിക്കും. Like the demand curve of a perfect competitor. But due to product differentiation കാരണം the firms enjoy some monopoly power ഉണ്ട് അവർക്ക്. Therefore, demand curve will be more elastic and thus downward sloping. അപ്പോൾ അതുകൊണ്ട് ഡിമാൻഡ് കർവ് എന്തായിരിക്കും? മോർ ഇലാസ്റ്റിക് ആൻഡ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. നെക്സ്റ്റ് വൺ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ. ഇവിടെ പ്രൈസുമായി റിലേറ്റഡ് ഒരു കോമ്പറ്റീഷൻ അല്ല റൈസ് ചെയ്യുന്നത്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ക്വാളിറ്റി, കളർ, പാക്കിംഗ്, ദെൻ അങ്ങനത്തെ ഡിസൈൻ, ആ ഒരു ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് കോമ്പറ്റീഷൻസ് വരുന്നത്. അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ദ കോമ്പറ്റീഷൻ ജനറലി നോൺ പ്രൈസ് കോമ്പറ്റീഷൻ. Different producers sell their products at different prices, but they compete with each other on the basis of quality, color, packing, design. That is non-price competition. The next one, lack of perfect knowledge of the market. There are innumerable products. There are various products being a close substitute of the other.
Hence, the buyers do not know about all these products, their qualities and price. ഒരുപാട് പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, numerous products അവൈലബിൾ ആണ്. സോ കൺസ്യൂമേഴ്സ് ഡു നോട്ട് നോ അബൌട്ട് ഓൾ ദീസ് പ്രോഡക്ട്സ് ക്വാളിറ്റി ആൻഡ് പ്രൈസ്. ഈ എല്ലാ പ്രൈസിനെ കുറിച്ചും കൺസ്യൂമേഴ്സിന് അഡിക്വേറ്റ് ആയിട്ടുള്ള നോളജ് ഒന്നുമില്ല. ദർ ഇസ് ലാക്ക് ഓഫ് perfect knowledge of the market. These are the various features of monopolistic competition. Once more, a large number of producers, product differentiation, free entry and exit of firms, important role of selling cost, no combination of all firms, more elastic demand, non-price competition. Then last one, lack of perfect knowledge of the market. നെക്സ്റ്റ് ഇതിൽ ചെറിയ രണ്ട് ടോപ്പിക് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഫസ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ മൊണോപ്പൊളി ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഞാൻ പറഞ്ഞു ദേ എൻജോയ് സം മൊണോപ്പൊളി പവർ എന്ന് പറഞ്ഞു അല്ലേ. മൊണോപ്പൊളിയുടെയും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും ഒരു മിക്സ് ആണ് എന്ത് പറയുന്നത്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ പറയുന്നത്. മൊണോപ്പൊളി പവറൊക്കെ ഇവർ എൻജോയ് ചെയ്യുന്നുണ്ട്, എന്നാലും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ തമ്മിൽ എന്തൊക്കെ ഡിഫറൻസുകളാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത്, മൊണോപ്പൊളി നമുക്കറിയാം ദർ ഈസ് ഓൺലി വൺ പ്രൊഡ്യൂസർ ആൻഡ് സെല്ലർ, ഒരു പ്രൊഡ്യൂസർ മാത്രമേ ഉള്ളൂ. ബട്ട് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ദർ ആർ ലാർജ് നമ്പർ ഓഫ് sellers. Okay, then monopoly എന്താണ്, no product differentiation. ഇവിടെ എന്തുണ്ട്, ഞാൻ പറഞ്ഞു product differentiation ഉണ്ട്. There is no competition, there is some degree of competition, there is a severe competition from among the firms. Then new firms cannot enter into the market easily. മോണോപ്പൊളിയിൽ പുതിയ ഫേംസിന് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്താണ്, there is a free entry and exit of the firms. Then മോണോപ്പൊളിയിൽ the demand of the product is less elastic. ഇവിടെ എന്താ പറയുന്നത്, the demand of the product is elastic, more elastic demand എന്ന് പറഞ്ഞു അല്ലേ. മോണോപ്പൊളിനെ കമ്പയർ ചെയ്യുമ്പോൾ മോർ ഇലാസ്റ്റിക് ആണ് ഇതിൽ പറയുന്നത്, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പറയുന്നത്. Then there is no selling cost. Selling costs have an important role because severe competitions are arising among the firms അല്ലെ. സിവിയർ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു സെല്ലിംഗ് കോസ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യണം. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മൊണോപ്പൊളി ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ പറയുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. What are the differences? First one, there is only one producer, there are large number of producers. Second one, no product differentiation, there is a product differentiation. There is no competition in monopoly. There is some degree of competition in monopolistic competition. New firms cannot enter into market easily in monopoly situation. New firms can enter and exit into the market in monopolistic situation. Then the demand for the product is less elastic, and the demand of the product of in monopolistic competition is more elastic compared to monopoly. Then there is no selling cost, and in the monopolistic competition there is an important role in selling cost. Okay, these are the difference between monopoly and monopolistic competition. The next difference is very important. Difference between perfect and monopolistic competition. First one, products are identical, that is homogeneous products. Then in monopolistic competition, products are differentiated products. Then it is not a real concept product. Perfect competition എന്ന് പറഞ്ഞ റിയൽ കൺസെപ്റ്റ് അല്ല, എല്ലായ്പ്പോഴും നമുക്ക് ഒരു പെർഫെക്റ്റ് സിറ്റുവേഷൻ ആയിരിക്കില്ല അല്ലേ. Then monopolistic competition is a real concept. Then there are large number of buyers and sellers. The number of buyers and sellers is not so large as compared to perfect competition. Buyers and sellers large തന്നെയാണ് monopolistic competition, but not so large as compared to perfect competition. Perfect competitionുമായി കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ലാർജ് അല്ല ഇതിൽ വരുന്നത്, monopolistic competitionൽ വരുന്നത്. Then next one പറയുന്നത്, buyers and sellers have perfect knowledge about market conditions. Perfect competitionൽ പറയുന്ന ഒരു ഫീച്ചർ ആണ് പറഞ്ഞിരുന്നത് അല്ലേ, there is a perfect knowledge about market conditions. പക്ഷേ മൊണോപ്പൊളിസ്റ്റിക് സിറ്റുവേഷനിൽ എന്താ പറയുന്നത്, ന്യൂമറസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ എല്ലാ പ്രോഡക്ട്സിനെ കുറിച്ചുള്ളൊന്നും കംപ്ലീറ്റ് നോളജ് ആർക്കില്ല, കൺസ്യൂമേഴ്സിന് ഇല്ല. ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഡു നോട്ട് ഹാവ് എ കംപ്ലീറ്റ് നോളജ് അബൌട്ട് ദി മാർക്കറ്റ്. ദെൻ സെല്ലിംഗ് കോസ്റ്റ് ഡു നോട്ട് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞാണ്, എന്ത് അഡ്വർടൈസ്മെന്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി monopolistic competition. Then all firms are price takers in perfect competition. All firms are price makers in monopolistic competition. The next one, demand curve is horizontal. The demand curve is downward sloping curve. The demand എങ്ങനെയാണ്, downward sloping curve ആണ് ഇവിടെ പറയുന്നത് monopolistic competitionൽ പറയുന്നത്. Then price, demand, average revenue, marginal revenue all are same. എല്ലാം സെയിം ആണ് ഇതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. പ്രൈസ്, ഡിമാൻഡ്, ആവറേജ് റവന്യൂ ആർ സെയിം, ബട്ട് മാർജിനൽ റവന്യൂ ഈസ് ലെസ് ദാൻ ആവറേജ് റവന്യൂ. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് കേട്ടോ ഈ ഒരു കാര്യങ്ങൾ. പ്രൈസും ഡിമാൻഡും ആവറേജ് റവന്യൂ സെയിം ആയിരിക്കും, പക്ഷേ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് ആവറേജ് റവന്യൂവിനേക്കാളും താഴെയായിരിക്കും. ഇത് എല്ലാതും സെയിം ആയിരിക്കും ഇതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻസ്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ, പ്രൊഡ്യൂസേഴ്സ് ആർ ഐഡന്റിക്കൽ, ദാറ്റ് പ്രോഡക്ട്സ് ആർ ഐഡന്റിക്കൽ, ഹോമോജീനസ് പ്രോഡക്ട്സ് ആണ്. ഇവിടെ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ആണ്.
then it is not a real concept, it is a real concept. Then there are large number of buyers and sellers. The number of buyers and sellers are large is not so large as compared to perfect competition. Then buyers and sellers have perfect knowledge about the market. In monopolistic competition, the buyers and sellers do not have perfect knowledge. Then selling costs do not play an important role in perfect competition. There is a severe competition among the firms, so there is a selling cost have an important role in monopolistic competition. Then all firms are price takers in perfect competition. Then all firms are price makers in monopolistic competition. The demand curve is horizontal and the demand curve is downward sloping. The next one, price, demand, average revenue and marginal revenue are all same. All are same in perfect competition. Then price, demand, average revenue are the same, but average marginal revenue is less than the average revenue. Is very important topic, difference between monopoly and monopolistic competition, and difference between perfect and monopolistic competition. In this topic, we have discussed about monopolistic competition. It is a market situation. In between the perfect competition and monopoly, and it is a combination of both the perfect competition and a monopolistic competition. ഓക്കെ, ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഏതൊക്കെയാണ് ഫീച്ചേഴ്സ്? ലാർജ് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്, ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് സെല്ലിംഗ് കോസ്റ്റ്, നോ കോമ്പിനേഷൻ ഓഫ് ഓൾ ഫേംസ്, മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്, നോൺ പ്രൈസ് കോമ്പറ്റീഷൻ, ദെൻ ലാക്ക് ഓഫ് പെർഫെക്റ്റ് നോളജ് ഓഫ് ദി മാർക്കറ്റ്. ഓക്കെ.